യോഗി ആദിത്യനാഥ് സർക്കാർ അംഗീകരിച്ച വിവാദ സമൂഹ മാധ്യമ ബില്ലിന്റെ ചുരുക്കം ഇതാണ്. അതായത് സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചാൽ പാരിതോഷികം, വിമർശിച്ചാൽ പിഴയും ജയിലും. ഇതാണ് യുപിയിൽ നിന്നും പുറത്തുവരുന്ന പുതിയ വാർത്ത. സർക്കാരിനെതിരെ പോസിറ്റീവായി എഴുതുന്നവർക്ക് പണവും സമ്മാനങ്ങളും നൽകുന്നതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം വിമർശനം ഉന്നയിക്കുന്നവരെ രാജ്യദ്രോഹികൾ ആക്കുന്നതാണ്. പ്രതിപക്ഷം ഇതിനകം വിവാദ ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. നിയമ നടപടി എന്ന ഭീഷണി ഉയർത്തി സോഷ്യൽ മീഡിയ വിമർശനങ്ങളുടെ വായടപ്പിക്കാനാണ് ബി.ജെ.പി. സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് വിമർശനം. സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങൾ ഒരു സാഹചര്യത്തിലും അസഭ്യമോ അശ്ലീലമോ ദേശവിരുദ്ധമോ ആകരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സംസ്ഥാന ഇൻഫർമേഷൻ വകുപ്പ് തലവനുമായ സഞ്ജയ് പ്രസാദ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 27-നാണ് പുതിയ സമൂഹ മാധ്യമ നയത്തിന് ഉത്തർപ്രദേശ് സർക്കാർ അംഗീകാരം നൽകിയത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി ഉറപ്പാക്കുന്നതാണ് പുതിയ ചട്ടം. അതേസമയം തന്നെയാണ് സർക്കാരിനെ പ്രശംസിക്കുകയും അനുകൂലമായ ഉള്ളടക്കങ്ങൾ നൽകുകയും ചെയ്യുന്ന അക്കൗണ്ടുകൾക്കും ഇൻഫ്ലുവൻസർമാർക്കും സർക്കാർ പരസ്യങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുന്നതും. ഉത്തർപ്രദേശ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെയും പദ്ധതികളുടെയും നേട്ടങ്ങൾ ഉള്ളടക്കങ്ങളാക്കുന്ന ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും പ്രതിമാസം 8 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരമാണ് യോഗി സർക്കാർ പുതിയ സോഷ്യൽ മീഡിയ നയത്തിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റ് സമാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും സംസ്ഥാനത്തിന്റെ വിവിധ വികസന പൊതുജനക്ഷേമ പദ്ധതികൾ, നേട്ടങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനാണ് പുതിയ നയം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രസാദ് പറയുന്നു. പുതിയ നയപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളും നേട്ടങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഉള്ളടക്കങ്ങൾ എക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവ വഴി ട്വീറ്റുകളോ വീഡിയോകളോ പോസ്റ്റുകളോ റീലുകളോ ആയി പ്രചരിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനമായി പരസ്യങ്ങൾ നൽകുന്നതിന് ഏജൻസികളെയും സ്ഥാപനങ്ങളെയും സർക്കാർ പട്ടികപ്പെടുത്തുമെന്നും നയത്തിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമല്ല, രാജ്യത്തെവിടെയാണെങ്കിലും രാജ്യത്തിന് പുറത്തുള്ളവരാണെങ്കിലും ഏതൊരു ഉത്തർപ്രദേശുകാരനും ഈ ഒരു മാർഗത്തിലൂടെ വലിയ തോതിൽ തൊഴിൽ ഉറപ്പാക്കാനും പുതിയ നയം കൊണ്ട് സാധിക്കുമെന്നാണ് സഞ്ജയ് പ്രസാദ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ സ്വാധീനം അനുസരിച്ചാണ് പ്രതിഫലം. എക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലെ അക്കൗണ്ട് ഉടമകൾ, ഡിജിറ്റൽ മീഡിയ നടത്തിപ്പുകാർ, ഇൻഫ്ലുവൻസർമാർ എന്നിവരെ അവരുടെ ഫോളോവേഴ്സിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. എക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവിടങ്ങളിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അവരുടെ റീച്ചിനനുസരിച്ച് മാസം 5, 4, 3 ലക്ഷം വീതം രൂപ ലഭിക്കും. പോഡ്കാസ്റ്റ്, വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് എന്നിവ ചെയ്യുന്നവർക്ക് മാസം പരമാവധി 8 ലക്ഷം വരെ സമ്പാദിക്കാം. കാറ്റഗറി അനുസരിച്ച് യൂട്യൂബിൽ നിന്ന് പ്രതിമാസം 7, 6, 4 ലക്ഷം വീതമാണ് പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ യോഗി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം കേട്ട് കോൺഗ്രസ് അടങ്ങിയിരുന്നില്ല. സോഷ്യൽ മീഡിയ പിടിച്ചെടുക്കാനാണ് ബി.ജെ.പി. പുതിയ നയം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു. വിമർശകരെ ശിക്ഷിക്കുകയും തങ്ങളുടെ പ്രൊപ്പഗണ്ടയ്ക്ക് സഹായിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് പുതിയ നയത്തിലൂടെ സർക്കാർ ചെയ്യുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. എന്നാൽ സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിൽ ശ്രദ്ധ ചെലുത്താനുള്ള പാർട്ടിയുടെ തീരുമാനത്തിന് അനുസൃതമായി രൂപപ്പെടുത്തിയ നയമാണിതെന്നാണ് ബി.ജെ.പി. വക്താവ് രാകേഷ് ത്രിപാഠിയുടെ ന്യായം. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ ഇന്ന് നിർണായക ഘടകമാണ്. രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം പോലും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചാണ് പൊതുവിൽ നടക്കുന്നത്. ജനങ്ങളെ ഏറ്റവും എളുപ്പത്തിലും വിപുലമായും തങ്ങളുടെ പ്രചരണങ്ങളുടെയും ആശയങ്ങളുടെയും സ്വാധീനത്തിലേക്ക് എത്തിക്കാമെന്നതാണ് സോഷ്യൽ മീഡിയ കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഏക ഗുണം. ഇതേ രീതിയിൽ തന്നെ തിരിച്ചടിയും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയെ ഭരണകൂടം ഭയക്കുന്നതും. സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കാനും എതിരാളികളെ ദുർബലരാക്കാനും ബി.ജെ.പിയും സംഘപരിവാർ ഘടകങ്ങളും വാട്സപ്പും ഫേസ്ബുക്കും വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും വരുന്ന വിമർശനങ്ങളെ അധികാരം ഉപയോഗിച്ച് തടയാനും അവർക്ക് കഴിയുന്നുണ്ട്. എങ്കിൽ പോലും സ്വതന്ത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഡിജിറ്റൽ മാധ്യമങ്ങളും വിമർശന ശക്തികളായി ഇപ്പോഴും ബി.ജെ.പിക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. 2024-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ അതിന്റെ ക്ഷീണം പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് സാധിച്ചിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ധ്രുവ് രാത്തി.